ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വരുന്നാലോ? ഞാൻ മാത്രം മിണ്ടുവും പറയുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ എൻ്റെ മടിയിൽ കയറി ഇരിപ്പാണ്. എനിക്കിവിടെ അവിടെ ഇരിക്കാൻ പറ്റില്ല. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരിത്തിരി ഇരുന്ന് അപ്പം മടിയിൽ കയറി ഇരിപ്പാണ് കേട്ടോ. ചാടി കയറി ഇരിക്കും. അപ്പോൾ ഇപ്പോൾ വീണ്ടും കാലത്ത് നല്ല മഞ്ഞൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നീരിറക്കം, ചുമയുണ്ട്. പിന്നെ ഒരു ചെവി അടഞ്ഞു കിടക്കണം കേട്ടോ. തലമുടി ഒരു ദിവസം മാത്രം ഞാൻ നനയ്ക്കാതിരുന്നുള്ളൂ. നനയ്ക്കാതെ വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര ഉറക്കം ഒക്കെ വരും. തല നനച്ച് എപ്പോഴും കുളിക്കുള്ളൂ. തല നനച്ച് കുളിക്കാതിരുന്ന് എനിക്ക് പറ്റുകയില്ല. അപ്പോൾ എനിക്ക് ഇതേ കണ്ടോ, ചെവി അടഞ്ഞിട്ട് അവിടെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. ഈ കുരു വന്നിട്ട് ഈ കുരുവിൻ്റെ വേദന അങ്ങനെ വന്നിട്ട് ഇവിടെ ചെവി വേദനിക്കും എനിക്ക്. ഇപ്പം അങ്ങ് മാറിയിട്ടുണ്ട് തോന്നുന്നു. കുരു ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ റൂമിനകത്ത് മാറാലയൊക്കെ ഉണ്ട് കേട്ടോ. മാറാല ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ തിരിയായിട്ട് തൂക്കുന്നുണ്ട്. നല്ല പൊടിയാണ് കേട്ടോ. ഇപ്പം മുറ്റത്ത് നല്ല പൊടിയൊക്കെ ഉണ്ട്. അത് കാരണം ഇത് കേട്ടോ, നമ്മൾ എത്ര അടിച്ച് വൃത്തിയാക്കിയാലും പിന്നെ ഇവിടെ നിറയെ മണ്ണൊക്കെ ആയിരിക്കും. അപ്പം ഇനി വിളക്ക് വയ്ക്കുന്നതിന് മുമ്പായിട്ട് റൂം അടിച്ച് വൃത്തിയാക്കാനായിട്ടാണ്. പിന്നെ മുറ്റു തൂത്തിട്ടില്ല. അപ്പോൾ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. സൈക്കിളിലാണ് പോയി അരി വാങ്ങിച്ചത്. എൻ്റെ റേഷൻ കാർഡിൽ എൻ്റെ പേരില്ല കേട്ടോ. പേര് ചേർക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ആധാർ കാർഡ് എടുക്കണം. അതിപ്പോൾ കുറേ നാളായി സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞാണ്. LKG ചേർക്കാൻ നേരത്ത് ഹെഡ് മാസ്റ്റർ ആധാർ കാർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ആധാർ കാർഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ ആധാർ കാർഡ് വേണമെന്നായി. അപ്പോൾ എല്ലാവരോടും എടുക്കാൻ പറഞ്ഞാണ്. അവൻ്റെ ക്ലാസ്സിൽ എല്ലാ LKG പിള്ളേരും എടുത്തു കണ്ടു. ഞാൻ മാത്രമാണ് ആദ്യക്കുട്ടനെ എടുക്കാൻ പോകാതെ. ഓരോ ദിവസം ഇങ്ങനെ നീണ്ട് പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ റേഷൻ കാർഡിൽ ഒരു പേര്, ആധാർ കാർഡിൽ വേറൊരു വീട്ടുപേര് പ്രശ്നമുണ്ട്. അത് കാരണം അനിയണിൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ആണ് പിന്നെ പേരൊക്കെ മാറ്റിയൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് റേഷൻ കാർഡിലൊരു പേര്, ആധാർ കാർഡിലൊരു പേര്. അത് കാരണം അപ്പോൾ എൻ്റെ ആദ്യക്കുട്ടൻ്റെ അഡ്രസ്സ് ഒരുപോലെ ആക്കിയിട്ട് ഇരിക്കുകയാണ്. ഒരുപോലെ ആക്കിയിട്ട് ആ ആധാർ കാർഡും കൂടെ കിട്ടിയില്ല, കടലാസ് മാത്രമേ കിട്ടില്ല. അതും വെച്ചിട്ട് അക്ഷയയിൽ പോയിട്ട് മാറ്റാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ അക്ഷയ കേന്ദ്രത്തിലും പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ വേണമെന്നാണ് പറയുന്നത്. അമ്മയുടെ വെച്ച് അച്ഛൻ്റെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് ഫ്രണ്ട്സ്. അത് കാരണം എനിക്കിപ്പോൾ മടിയായി. ഇപ്പോൾ ചേർത്തലയിലൊരു ജനസേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ വെച്ച് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം പോകാമെന്ന് കരുതിയിട്ട് പോകാമെന്ന് പറയലാണ്ട് ഇങ്ങനെ നീണ്ട് പോവുകയാണ്. എന്താ പറഞ്ഞാൽ പോവുകയാണെങ്കിൽ ആദ്യക്കുട്ടനെയും കൊണ്ട് ഇത് പൂച്ചക്കുട്ടനെ എൻ്റെ മടിയിൽ കിടത്തിയിട്ടാണ് വഴക്കിടുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഓമനിക്കുമ്പോൾ നമ്മളെ വിട്ട് ഇങ്ങനെ പോകുകയില്ല. റൂമിലൊക്കെ കയറി വരുന്നത്, ഞാനുണ്ടെങ്കിൽ റൂമിൽ കയറി വരുന്നതെന്നും പറഞ്ഞാൽ വഴക്കുണ്ടാക്കണം കേട്ടോ. അത് ആദ്യക്കുട്ടനെയും കൊണ്ട് ചേർത്തലയ്ക്ക് ഒന്ന് പോകണമെങ്കിൽ ഒരു 100-50 രൂപയോ പറ്റില്ല, ഒരു 500 രൂപയും കൂടെ പോകണം. കാരണം കണക്ക് വേണമെന്ന് പറയും. നമ്മുടെ കാര്യം നടക്കില്ല. അവൻ അവിടെ കിടന്ന് നിലവിളിച്ച് ഒരേ വാശിയായിരിക്കും. പറയുന്നതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ പുതിയത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. കൂടുതലായിട്ട് കളിപ്പാട്ടങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ അത് അപ്പം വാങ്ങിക്കൊടുത്തില്ല, അവിടെ കിടന്ന് നിലവിളിയാണ്. എന്താണ് പൈസയോ? ഫ്രണ്ട്സ്, തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടു. ഇത് റൂമിനകത്ത് നല്ല പൊടിയും പിന്നെ ഈ പൂച്ചകളൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തികേടാക്കി വെക്കലാണ് കേട്ടോ. നമ്മൾ റൂമിനകത്താണ് ഇവരൊക്കെ കിടക്കുകയൊക്കെ ചെയ്തത്. രാത്രിയാകുമ്പോൾ 2 വാതിൽ, അടുക്കള വാതിലും മുൻവശത്തെ വാതിലൊക്കെ
അടയ്ക്കുന്നതോടെ ഇവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് കാരണം അകത്ത് വൃത്തികേടാക്കി വെക്കുകയാണ് കേട്ടോ. അത് മണം അടിച്ചിട്ട് ആകെ പ്രശ്നമാണ്. അത് കാരണം ഞാൻ രാത്രി എനിക്ക് ഉറക്കമില്ല. ഒരു ദിവസം രാത്രി എഴുന്നേറ്റിട്ട് അടുക്കളയിലെ ഡെസ്കൊക്കെ എടുത്ത് വെളിയിലേക്ക് വെച്ച് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി. അതുപോലെ തന്നെ തയ്യൽ മെഷീനാണ്. അത് ഇപ്പോൾ വെളിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. തയ്ക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തയ്ക്കാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ഉടുപ്പത്ത് കീറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിപ്പിടിച്ച് തയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ എനിക്ക് വെട്ടി തയ്ക്കാനൊന്നും അറിയില്ല. വെട്ടി തയ്ച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ. ഇപ്പം തുണിയില്ലാത്ത കാരണം ഞാൻ വെട്ടി തയ്ച്ച് പഠിക്കാൻ ഒരു തുണി വാങ്ങിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. വാങ്ങിക്കാനും പറഞ്ഞിരിക്കുകയാണ്. വേണ്ടാത്ത തുണിയൊക്കെ വെച്ച് അടിച്ച് പഠിക്കണം അങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് അപ്പം ഞാൻ ഇടവിട്ടിട്ടാണ് ഇപ്പോൾ വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് പോയില്ല. ഇന്നൊരു അടിയന്തരം ഉണ്ടായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ട് പോണ അക്കയ്ക്ക് അവർക്ക് ഒരു മരിച്ചിട്ട് ഒരു അടിയന്തര ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയത് കാരണം കട തുറക്കാൻ പറ്റിയിട്ടില്ല. നാളെ കട തുറക്കട്ടാവും. പിന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അച്ഛന് കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. മരുന്ന് കുറേ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ നോർമലൊക്കെയാണ്. പക്ഷെ എന്നാലും കാലിൽ രക്തം ഒട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. പിന്നെ 5 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. 5 ദിവസം കഴിഞ്ഞു. ഇനി നാളത്തേക്ക് മരുന്ന് വാങ്ങിക്കണം. പിന്നെ ഇത് നമ്മുടെ മുളക് ചെടിയിൽ കുറേ മുളകൊക്കെ വന്നിട്ടുണ്ട്. കടയിൽ മുളകൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് പറിച്ച് കറിക്കിടുകയാണ് കേട്ടോ. പിന്നെ പീച്ചിങ്ങയൊക്കെ അങ്ങനെ മൂത്ത് 1-2 വിത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. അതല്ലാത്തതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറിച്ച് കറി വയ്ക്കും. പാവയ്ക്കേൻ്റെ ഇതൊക്കെ ആകെ ഉണങ്ങി കിടക്കണം കേട്ടോ, അതിൻ്റെ വള്ളിയൊക്കെ. പിന്നെ ഞാനിങ്ങനെ ചെറിയ ചെടികളൊക്കെ അവിടെ നിങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുകയാണ് ഇവിടെയൊക്കെ. പിന്നെ ഇതേ നമ്മുടെ അടുത്തെങ്കിലും പെരുന്നാളിന് അവിടെ നിറയെ ചെടികളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് വയ്ക്കും. അപ്പോൾ എനിക്ക് 1, 2, 3 ചെടികൾ, ഒരു ചെമ്പരത്തി ചെടിയും പിന്നെ ഇതുപോലെ റോസ് ചെടി 2 വാങ്ങി വെച്ചതാണ് കേട്ടോ. റോസ് പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ജീവൻ്റെ ജീവനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ ഒരു റോസ് പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് അതിൻ്റെ കൊമ്പ് പറിക്കാൻ വേണ്ടി രാത്രി കാണാൻ അതിൻ്റെ കൊമ്പ് പറിക്കാൻ വരെ ഞാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൊമ്പ് ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചെടുത്ത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ വളമൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് അതിനെ വലിയ ചെടിയാക്കി. പിന്നെ അതിൽ വരുന്ന പനിനീർ പൂവൊക്കെ എൻ്റെ ചെറിയ മക്കൾക്ക് വേണം കേട്ടോ. അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ വേറെ ആൾക്ക് പരാതിയാണ്. അപ്പോൾ ചേച്ചി അവൾ പറിച്ചു എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തർക്കായിരിക്കും പനിനീർ പൂ കൊടുക്കുമായിരുന്നു കേട്ടോ, റോസാപ്പൂ. പിന്നെ അത് അച്ഛൻ മൊത്തം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ വീട്ടിൽ അങ്ങനെ ചെടികളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇതൊക്കെ വീട്ടിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചെടി പറിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇത് മന്ദാരത്തിൻ്റെ ഇതാണ് കേട്ടോ. വിത്ത് മുളച്ച് ചെറുതാകുമ്പോഴത്തേനും ഇതിൽ പൂ വന്ന് തുടങ്ങി. പിന്നെ ഇങ്ങനെ കാണുന്ന അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് വെക്കട്ടോ. പിന്നെ ഇതേ മുല്ലച്ചെടിയൊക്കെ ഇങ്ങനെ വളർന്നതേ ഇങ്ങനെ വലിയ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെയിൽ കിട്ടുന്ന സമയത്ത് അച്ഛൻ വെട്ടിക്കളയോന്നറിയില്ല എന്തായാലും. പിന്നെന്താ പിന്നെ കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു ഞങ്ങൾക്ക്. ഇന്ന് കറി മീൻകറിയായിരുന്നു. പിന്നെ കൊച്ചുമത്തിയായിരുന്നു കേട്ടോ അന്ന് കറി വെച്ചത്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. രാവിലെ അപ്പമായിരുന്നു ഗോതമ്പിൻ്റെ. പിന്നെ പച്ചടി ഇല്ലാതെ അപ്പോൾ ദോശ ഇടലൊന്നും ഇല്ലാണ്ട് അനിയണനല്ല സോറി ആദ്യക്കൊട്ടൻ ഇവിടെ നിലവിളിയാണ് കേട്ടോ. കരച്ചിലൊക്കെയാണ്. അപ്പം കൊടുത്തു വിട്ടാൽ അവൻ കഴിക്കില്ല. പിന്നെ കൂട്ടുകാരന്മാരെ ഇഡ്ഡലിയോ ദോശയോ കൊണ്ടുവന്ന് കഴിക്കും. അപ്പം ഇന്ന് പച്ചരി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്ന് വാങ്ങി വെള്ളത്തിലൊക്കെ ഇടണം. അപ്പം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി ആദ്യക്കൊട്ടന് കൊടുക്കാം. അവിടെ ദോശയോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഊഞ്ഞാൽ ആ പറമ്പിൽ ഊഞ്ഞാൽ
ആടാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ, ആ ചേട്ടന് ആദ്യമേ മരിച്ചപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് ആ ചേട്ടൻ്റെ ഭാര്യയാണ് കുസുമാക്ക എന്ന പേര്. ഞാനുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. ആൾക്ക് ക്യാൻസറൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അത് ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കീമോ ഒക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ക്ഷീണിച്ചിട്ടാണ്, പക്ഷേ ഇടയ്ക്ക് കീമോ ചെയ്യാനൊക്കെ പോകുമായിരുന്നു. ഇടയ്ക്ക് വീട്ടിലേക്ക് വരും, എന്നെ തിരക്കി വരും. എന്നെ കണ്ടാൽ വിടുകയില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കമ്മൽ, തലമുടി ഇങ്ങനെ കെട്ടണം, മാല നേരെ, ഈ ഡ്രസ്സ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണം. ഞാൻ അവിടേക്കും ഇടയ്ക്ക് കുസുമേക്കനെ തിരക്കി പോവുകയൊക്കെ ചെയ്യും. പിന്നെ പെട്ടെന്ന് ആൾക്ക് ക്ഷീണം, വീണ് തലയ്ക്ക് പരിക്ക് പറ്റി. പിന്നെ കിടപ്പായി. പിന്നെ ഒരു കാല് തളർന്നു, പിന്നെ 2 കാലും മൊത്തം തളർന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മൊത്തം ആകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുസുമാക്ക മരിച്ചു കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം മരിച്ചു എന്നുള്ളൊരിതായിരുന്നു. ഇപ്പം സഞ്ചയനമൊക്കെ ഇന്നലെയാണ് സഞ്ചയനം കഴിഞ്ഞത്. പിന്നെ ഇവിടെ പെൺകുട്ടികളെന്ന് പറയാനൊന്നുമില്ല, 2 ആൺകുട്ടികളാണ് കേട്ടോ. മൂത്താളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ആളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതങ്ങനെയാണ് അവിടുത്തേത്. ഞാൻ വന്ന ശേഷം രണ്ടും മരിപ്പാണ്. ഞാൻ വന്ന ദിവസം ഒരു അമ്മമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുസുമാക്ക മരിച്ചു. ഇന്നലെ ഒരച്ഛൻ മരിച്ചിട്ടുണ്ട്, ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛൻ ഇന്നലെ മരിച്ചിട്ടുണ്ട്. സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്. അങ്ങനെ രാത്രി 4 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട്. അതുവരെ ഭയങ്കര ഉറക്കം വരുമായിരുന്നു. അതുവരെ ഞാൻ 1:30 ആകുമ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഒരു 1:30 ആകാൻ ഇവിടെ കിടന്നിട്ട് 3:10 എഴുന്നേറ്റിട്ടാ. പിന്നെ കടയിൽ പോയി ആദ്യക്കൂട്ടന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവൻ ഓട്ടോയിൽ ഇറങ്ങി വന്നപ്പോൾ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഓരോ നിർബന്ധമാണ്, കാർട്ടൂൺ കാണണം, ചെറിയൊരു അവന് പറ്റിയൊരു ഉടുപ്പുണ്ട്, ആ ഉടുപ്പിട്ട് അവനപ്പം പാൻറ്റ് ഇടണം. പാൻറ്റ് ഇടുന്നതിന് പറഞ്ഞ ബഹളമായിരുന്നു. പാൻറ്റ് പറഞ്ഞത് കുറേ തുണികളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കണം. ആദ്യം പാൻറ്റ് തിരയാനുള്ള സമയമില്ല കേട്ടോ. അത് കാരണം ഞാൻ നിക്കർ ഇട്ട് കൊടുത്തു. അത് വേണമെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. മേലൊക്കെ കഴുകി സോപ്പ് തേച്ച് മേല് കഴുകി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് ട്യൂഷന് വിട്ടിട്ടിരിക്കുകയാണ്. എന്നെ 6 മണിയാകുമ്പോൾ വിളിക്കാനായിട്ട് പോകണം. പിന്നെ നമ്മുടെ വീട്ടിലെ ഈ വീട്ടിൽ സിനി ചേച്ചിയാണ് കേട്ടോ. ആ സിനി ചേച്ചി കഴിച്ചുള്ളിങ്ങര അമ്പലത്തിൽ അവിടെ ചിക്കരയ്ക്ക് പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു. 21 ദിവസത്തിന് ശേഷം ഒന്നാണ് വന്നിരിക്കുന്നത്. എപ്പോഴും അവിടെ ഭയങ്കര ബഹളമായിരിക്കട്ടെ. എപ്പോഴും പിള്ളേരുടെ സംസാരമൊക്കെ അതിൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവർ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ പ്രായമുള്ളൂ. 2 കുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇരട്ട പിള്ളേരാണ്. കുറേ നാളുകൾ ഇല്ലാതെ ഉണ്ടായ കുട്ടികളാണ് കേട്ടോ. അവർ എന്നെ കല്യാണം പെണ്ണേന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ എവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് എന്നെ തിരഞ്ഞിട്ട് നമ്മുടെ അടുത്ത് 2 ആളും വന്നിരിക്കുന്നുണ്ടോ. കയറിയിരിക്കുന്നുണ്ടോ, ചാടിക്കയറിയിരിക്കുന്നു. എന്താണിത്? ഇതാണ് എന്തേലും പറഞ്ഞേ. ഇവരെപ്പോഴും എടുക്കും പലരും എപ്പോഴും വഴക്കിടുന്നതിന് എടുക്കണ്ട പറഞ്ഞിട്ട് എടുക്കണ്ടെന്ന് പോലെ റൂമിലേക്ക് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ റൂമിലേക്കൊക്കെ വന്ന് തുണിയുടെ മേലേക്ക് കയറി കിടക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കിടും. പിന്നെന്താ ഫ്രണ്ട്സ്, പിന്നൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലിൽ എൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ ലൈവൊന്നും ചെയ്യല. എനിക്കിപ്പോൾ നല്ല മടിയാണ്. കാരണം ഞാൻ ലൈവ് ചെയ്യുമ്പോഴത്തേനും ഒരു മനുഷ്യൻ വരില്ല. അപ്പോൾ എനിക്കും മടിയാണ്. അത് തന്നെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഇപ്പം ഞാൻ ലൈവ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ലോങ് വീഡിയോ വല്ലപ്പോഴൊക്കെ ചെയ്യുള്ളൂ. പാട്ടൊക്കെ പാടണം പറഞ്ഞിട്ട് പാട്ടൊക്കെ കാണാതെയൊക്കെ പഠിച്ച് വയ്ക്കും. പക്ഷെ അതൊന്നും പാടാനേ എനിക്ക് ഇവിടെ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് പാടാൻ മടിയാണ് കേട്ടോ. അച്ഛനില്ലാത്ത സമയം അനിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അച്ഛനുണ്ടെങ്കിൽ എനിക്ക് മടിയാണ് കേട്ടോ പാട്ട് പാടാൻ. അപ്പോൾ അച്ഛനെ കടയിലേക്കൊക്കെ ഒരു 4-5 മണിയാകുമ്പോൾ കടയിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് ഞാൻ പാട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പാട്ട് പാടി അപ്ലോഡൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക്
ഞാൻ തന്നെ അഭിനയിച്ചിട്ടുള്ള ചെറിയ ചെറിയ എൻ്റേതായിട്ടുള്ള പൊട്ടത്തരങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ടീച്ചറും കുട്ടിയൊക്കെ ആയിട്ട് കളിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ ചോറും കറിയൊക്കെ വെച്ച് കളിക്കില്ല, അതുപോലെ ഞാൻ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലും അമ്മ വീട്ടിലൊക്കെ പോയിട്ട് തന്നെത്താൻ സംസാരിച്ച് സാരിയൊക്കെ ഇങ്ങനെ ഉടുത്ത് തന്നെത്താനൊക്കെ ഞാൻ കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ കഥയായിട്ടാണ് അഭിനയിച്ച് കളിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോരോ കലാഭാവനകളൊക്കെ ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മുമ്പൊക്കെ കഥ എഴുതാണ്, ഇപ്പോൾ കഥ എഴുത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ സംഭാഷണമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രസമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ എഴുതിയിട്ട് അഭിനയിക്കണം എന്നുള്ള ഒരാഗ്രഹമാണ്. ഞാൻ അതിൽ 2 എപ്പിസോഡ് മാത്രമേ ചെയ്തിന്, ഡോൺ കോയറ്റിൻ്റേത്. അതിൻ്റെ ഭാഗ്യം എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് അഭിനയിക്കാൻ ആളുകളില്ല, ഞാൻ തന്നെയാണ് 2-3 കഥാപാത്രം ഞാൻ തന്നെയാകണം. ആൺവേഷം കിട്ടിയാൽ ശരിയാവില്ല, അത് കാരണം ഞാൻ സംഭാഷണം എഴുതില്ല. സംഭാഷണം എഴുതാൻ നമ്മൾ അഭിനയിച്ചാൽ തപ്പ് തുപ്പ് എന്നാകും. അപ്പോൾ അത് എനിക്ക് പിന്നെ ഞാൻ വർക്കിനൊക്കെ പോയി തിരിച്ച് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഓരോരോ പണിയായിരിക്കും. തുണി കഴുകൽ, മുറ്റമടിക്കൽ, മീൻ വെട്ടൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനായിട്ട് പോകൽ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോഴും എനിക്ക് പറ്റണില്ല. നമുക്ക് വേഷങ്ങൾ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സാരി ഉടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അതൊക്കെ റെഡി. അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടണേയില്ല. അത് കാരണമാണ് ഞാൻ ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഭാവിയിൽ എപ്പോഴാണ് സമയം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഈ കഥ എഴുതി അഭിനയിക്കണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ പേപ്പർ വാങ്ങി വയ്ക്കും, പക്ഷേ സംഭാഷണം എഴുതാൻ എനിക്ക് തോന്നണില്ല. ഞാൻ എഴുതണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതൊക്കെയാണ് എൻ്റെ ഇത്. പിന്നെ യൂട്യൂബർ എന്നുള്ളൊരു നമുക്ക് ഇതിൽ പ്രത്യേകിച്ചിട്ട് വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കണില്ല. എനിക്ക് യൂട്യൂബർ ആണെന്നുള്ള ആ പേര് മാത്രം മതി കേട്ടോ. പിന്നെ കൂടുതലും നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ ചെയ്യുമ്പോൾ മാത്രമേ അതുപോലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുള്ളൂ. എനിക്ക് കിട്ടുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മൾ തന്നെ ചെയ്യണം. കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് ആദ്യം വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇടി കിട്ടും. അത് കാരണം അത് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേന്ന് കരുതി ചിലപ്പോൾ തട്ടിക്കൂട്ടിയൊക്കെ ആയിരിക്കും റീൽസൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം പിന്നെന്താ, ഭാവിയിൽ നമ്മുടെ ആദ്യക്കുട്ടനായിരിക്കും യൂട്യൂബർ. പിന്നെന്താ, പിന്നെ നമുക്ക് കുറേ പേർക്കൊക്കെ ആദ്യത്തെക്കാൾ കൂടുതൽ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒരു ഇത് എന്താ പറയുക, എന്താ ഒരു മാറ്റം ഉണ്ടാകും. ചില ആൾക്കാർ നമ്മൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണുമ്പോഴായിരിക്കും ചിലർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട് എന്തായാലും. പിന്നെന്താ, പിന്നെ ഒന്നും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും വായിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ല, വരുന്നില്ല അവർ. പിന്നെ അപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സംഭാഷണം എഴുതണം, ഇത് സമയം കിട്ടുമ്പോൾ അവതരിപ്പിക്കണം. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം. പൊട്ടത്തരമായിരിക്കാം, എന്നാലും അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടേക്കാ? പിന്നെന്താ, പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി മാറും ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി മുറ്റം അടിക്കണം, റൂം അടിച്ച് വൃത്തിയാക്കണം, ആദ്യക്കൂട്ടൊരു യൂണിഫോം മറ്റന്നാൾ പോകാനുള്ളത്. നാളെ കാലത്ത് ചിലപ്പോൾ സമയം കിട്ടില്ല, അത് കാരണം അവൻ്റെ സോക്സ് പിന്നെ യൂണിഫോമൊക്കെ ഒന്ന് കഴുകിയിടാനുണ്ട്. പിന്നെ പാത്രങ്ങൾ വൈകുന്നേരം ഞാൻ കഴുകുള്ളൂ.
ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഇനി ഉള്ള പണി എന്ന് പറയുന്നത്, ഇനി ആദ്യക്കൂടെ ട്യൂഷൻ വിട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഇത്തിരി നേരം പഠിപ്പിക്കണം. പരീക്ഷയൊക്കെ വരും, മാർച്ചിൽ പരീക്ഷയൊക്കെ വരികയാണ്. ചിലപ്പോൾ മോഡൽ പരീക്ഷ, LKG ആണെങ്കിലും അവർക്കുണ്ട് മോഡൽ പരീക്ഷയൊക്കെ. ക്ലാസ് പരീക്ഷ ഉണ്ടാകും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ സ്കൂൾ പരീക്ഷ ഉണ്ടാകും. അത് കഴിയുമ്പോൾ പൂട്ടും. പിന്നെ മാർച്ച് 5-നാണ് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ ഇതായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ എപ്പോഴും പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് അവനിപ്പോൾ ആദ്യം മുതലുള്ളതൊക്കെ ഇപ്പോൾ ആദ്യക്കൂട്ടം മറന്നു കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിക്കുകയൊക്കെ വേണം. അങ്ങനെയൊക്കെയാണ് ഇനി വൈകുന്നേരത്തെ സമയം പോക്ക്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നിർത്തുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ശരി.